ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റ് SSR വിത്ത് ഗോഫർ ഫോർ GCP ഇനീഷ്യൽ ആക്സസ്. ഇവിടെ മനസ്സിലാക്കണം, നമുക്കിവിടെ പെൻടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. സോ പിന്നെ അത് മാത്രമല്ല SSRF അറ്റാക്ക് ഉണ്ട്. നമ്മളിവിടെ വെബ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദെൻ ഇവിടെ ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ നമ്മളൊരു ഗോഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗോഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഒരു 1990s യൂസ് ചെയ്തൊരു പ്രോട്ടോകോൾ ആണ്. നമ്മൾ HTTPന്റെ മുമ്പ് യൂസ് ചെയ്തൊരു പ്രോട്ടോകോൾ ആണ്. ദെൻ ഈ IP അഡ്രസ് എന്ത് ചെയ്യാം, ഒന്നിവിടെ പേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിവിടെ ഈ പേജ് ഒന്ന് എന്ത് ചെയ്യാം, വ്യൂ പേജ് സോഴ്സ് കൊടുക്കുക പറ്റും. shop.html എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു URL കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആ URL എടുത്തു, പുതിയൊരു ടാബിൽ ഞാനത് ഓപ്പൺ ആക്കി. ഇവിടെ ബക്കറ്റിന്റെ നെയിം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെക്കുക. ബക്കറ്റ് നെയിം നമുക്ക് ആവശ്യം വരും. അതുപോലെ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്ലൗഡിന്റെ CLI ആണ്, ഗൂഗിൾ ക്ലൗഡ് CLI എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവരുടെ തന്നെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഗൂഗിൾ ക്ലൗഡിൽ പറയുന്നുണ്ട് ഇൻസ്റ്റാൾ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. ഇതിലേക്ക് പോകുന്നുണ്ട്, profile.php. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇമേജ് URL എന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു എന്ത്, നമുക്കിവിടെ SSRF അറ്റാക്ക് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ SSRF അറ്റാക്ക് എവിടെയാണ് നടക്കുന്നുണ്ടാവുക? URL എവിടെയുണ്ടോ അവിടെയാണ് SSRF അറ്റാക്ക് നടക്കുന്നുണ്ടാവുക. സോ നമ്മളിവിടെ ഒരു ഇമേജ് URL എന്ന് പറയുന്ന ഒരു പാത്ത് കണ്ടു. ഞാൻ എന്ത് ചെയ്യാം, അവിടെ ഒരു ഇമേജിന്റെ ലിങ്ക് കൊടുക്കുന്നു, എന്നുള്ള പാർട്ടിൽ കൊടുത്തു. ദെൻ ഫെച്ച് ഇമേജ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് ആ ഒരു ഇമേജ് ഫെച്ച് ആവുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് URL ഇവിടെ 2 തവണ കാണുന്നുണ്ട്. HTTP URL ശേഷം വീണ്ടും URL ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു URL കാണുന്നുണ്ട്. നമുക്ക് അവിടെ LFI കൂടി പോസിബിൾ ആണ്. സോ അത് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, ETC പാസ്വേഡ് എന്ന് കൊടുത്ത് നോക്കാം. ചേഞ്ച് ചെയ്ത് 65535 വരെയുള്ള പോർട്ടലൊക്കെ മാറ്റി മാറ്റി നോക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോർട്ടലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം. ദെൻ അവർ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഇന്റേണൽ IPs നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ബ്രൂട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലും മനസ്സിലാവുള്ളൂ ഇന്റേണലിലേക്ക് വല്ല ആക്സസും പോകുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഗൂഗിൾ ക്ലൗഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഗൂഗിൾ ക്ലൗഡില് വിർച്വൽ മെഷീൻസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ AWS EC2 ഉള്ളതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡിൽ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. വിർച്വൽ മെഷീനകത്താണ് അവർ എന്ത് ചെയ്യുള്ളൂ, ഈ വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് എവിടെ ഹോസ്റ്റ് ചെയ്യാം, ഇതുപോലുള്ള വിർച്വൽ മെഷീൻസിന്റെ അകത്തായിരിക്കും. അതാണ് ഈ കാണുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ലിങ്കുകൾ അവിടെ കൊടുത്തു നോക്കാം. ഇവിടെ അവർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലുള്ള ഒരുപാട് ലിങ്കുകൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ക്ലൗഡ് ഇന്റേണൽ ആക്സസ് ലിങ്ക്സ് അല്ലെങ്കിൽ മെറ്റാഡാറ്റ ലിങ്ക്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് പോകുന്ന കുറെ ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ അവിടെ കിട്ടിയ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലിങ്കുകൾ അവിടെ വർക്ക് ആവുന്നുണ്ട്. V2 ഉണ്ടോ എന്നുള്ളത് നോക്കാം. ദെൻ ഇല്ല, അത് അങ്ങോട്ട് ആക്സസ് ഇല്ല. ഇതിന് മുമ്പുള്ള ലിങ്ക്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവരവിടെ യൂസ് ചെയ്യുന്നത് ഗോഫർ പ്രോട്ടോകോൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, മുമ്പുള്ള കമാൻഡ്സ് ലിങ്കുകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അവർ യൂസ് ചെയ്യുന്നത് ഗോഫർ ആണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഹെഡർ. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഗോഫർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കാരണം അവിടെയാണ് നമ്മൾ ഈ ഫ്ലേവർ ഗൂഗിൾ ഹെഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഗോഫർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മെറ്റാഡാറ്റ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന്റെ ലിങ്ക് അവർ തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഈ ഒരു റിക്വസ്റ്റ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ബർബ്സ് വഴി ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ,
റിപ്പീറ്ററിൽ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ലേറ്റസ്റ്റ് ലിങ്ക് ഗോഫറിന്റെ ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ നിന്ന് എടുക്കാം. URL എന്ന് കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, നമ്മൾ അവിടുന്ന് കൊടുത്ത ലിങ്ക്. അതേപോലെ ഇവിടെ റെഫറലുണ്ട്, റെഫറലിലും ഇതേ ലിങ്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടുവിന് ശേഷം ഇവിടെ ഈക്വൽ ടുവിന് ശേഷം നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. മുകളിൽ നമ്മളത് നേരിട്ട് കൊടുത്താൽ മതി, ആ ലിങ്ക് URL എന്നുള്ളിടത്ത് നേരിട്ട് അത് കൊടുത്താൽ മതി. എന്നാൽ റെഫറലിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ കൊടുത്തിരിക്കുന്ന ആ URL ശേഷമാണ് നമ്മൾ URL ഈക്വൽ ടു എന്നുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സെൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. 200 റിസൾട്ട് വന്നു. സോ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് എന്തായിട്ടുണ്ട്, അത് വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ഓക്കെ, URL ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ടോക്കൺ ചേഞ്ച് ചെയ്യുന്ന URL ഒന്നുകൂടി എടുത്തു. URL ഇപ്പോഴാണ് നമ്മളുടെ ടോക്കൺ ഇവിടെ ഉണ്ട്. ആ ടോക്കൺ എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പാർട്ട് ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് മൊത്തം ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ അത് ഡീകോഡർ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അതിൽ ആ ആക്സസ് ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് കാണുന്നുണ്ടാവും, എക്സ്പയർസ് ഇൻ എന്ന് പറയുന്നുണ്ടാവും. അതിന് തൊട്ട് മുന്നേ വരെയുള്ളത് അതിവിടെ കാണിച്ചിട്ടുണ്ട്, ഗൂഗിൾ ആക്സസ് ടോക്കൺ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ടോക്കൺ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഉണ്ടാവും നമ്മളുടെ ഓതറൈസേഷൻ ടോക്കൺ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്. ജസ്റ്റ് അത് കോപ്പി ചെയ്യാം. ഓക്കെ, മെൻഷൻ ചെയ്യണം ഗൂഗിൾ ആക്സസ് ടോക്കൺ വെച്ചിട്ടാണ് നമ്മളത് കയറുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെയുള്ള ലിങ്കുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അതിലുള്ള ലിങ്കുകൾ മൊത്തം ഒന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്ലാഗ് ഉള്ള ഒരു ലിങ്ക് കാണുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് ആണ് നമുക്ക് ഇനി ആക്സസ് ചെയ്യേണ്ടത്. നേരെയുള്ള ലിങ്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ഫ്ലാഗ് കിട്ടും, ദ ഫൈനൽ ഫ്ലാഗ്.